ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പല ചോദ്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോയിൽ ആൻസർ നോക്കിയാൽ മതിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ. ഓക്കെ, വേഗം നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. പിന്നെ 1 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും പിന്നെ ന്യൂമറിക്കൽസുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് അടക്കാൻ വേഗം കണ്ട ഉടനെ തന്നെ നിങ്ങൾ അതിന് ആൻസർ ട്രൈ ചെയ്ത് നോക്കിക്കുക. എല്ലാവരും കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന Na2SO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ ഓരോ എലമെന്റിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതിൽ സോഡിയം ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ. 4 ഓക്സിജൻ, 1 സൾഫർ, 2 സോഡിയമാണ് ഉള്ളത്. അപ്പൊ ഇവരുടെ ടോട്ടൽ മാസിൽ സോഡിയത്തിന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട്, സൾഫറിന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട്, ഓക്സിജന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് പറയുന്നതാണ് മാസ് പെർസെന്റേജ് ഓഫ് ഈച്ച് എലമെന്റ്സ് അല്ലെ. ഓരോ എലമെന്റ്സിന്റെയും മാസ് പെർസെന്റേജ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് Na2SO4ന്റെ മാസ് കണ്ടുപിടിക്കുക. ഇതിന്റെ മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കണം. 2 സോഡിയം, 1 സൾഫർ, 4 ഓക്സിജനും കൂടെ കൂട്ടിയാൽ ടോട്ടലായിട്ട് എത്ര മാസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് ഓഫ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് Na2SO4. Na2SO4ന്റെ മോളാർ മാസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 സോഡിയത്തിന്റെ മാസ്, 1 സൾഫറിന്റെ മാസ്, 4 ഓക്സിജന്റെ മാസ് കൂടെ ആഡ് ചെയ്യണം. സോഡിയത്തിന്റെ മാസ് 23 ആണ്. അങ്ങനത്തെ 2 സോഡിയം ഉണ്ട്, ഇത് സോഡിയത്തിന്റെ മാസ് ആണ്. പ്ലസ് സൾഫറിന്റെ മാസ് 32 ആണ്. ഓക്സിജന്റെ മാസ് 16 ആണ്. അങ്ങനത്തെ 4 ഓക്സിജൻ ഉണ്ട്. റെഡിയല്ലേ? അപ്പോൾ 23 മാസല്ല 2 സോഡിയം എന്ന് വരുമ്പോൾ അത് 46 ഗ്രാം ആയിരിക്കും. then അടുത്തത് സൾഫറിന്റെ മാസ് 32 ആണ്. അതിനുശേഷം 64 ആണ് വരിക അല്ലേ. 16 × 4 എന്ന് പറഞ്ഞാൽ 64 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് Na2SO4ലുള്ള ടോട്ടൽ ആയിട്ടുള്ള സോഡിയത്തിന്റെ മാസാണ്. ഇത് Na2SO4ലെ സൾഫറിന്റെ മാസാണ്. ഇത് Na2SO4ലെ ടോട്ടൽ ആയിട്ടുള്ള ഓക്സിജന്റെ മാസാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 142 എന്ന് കിട്ടും. ഈ 142 ഗ്രാം ആണ് Na2SO4ന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു. 1 മോൾ Na2SO4ന്റെ മാസ് എത്രയാണ്? 142. ഈ 142 ഗ്രാമിൽ സോഡിയത്തിന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട്? ഈ 142ൽ സൾഫറിന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട്? ഈ 142ൽ ഓക്സിജന്റെ മാസ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് മാസ് പെർസെന്റേജ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മാസ് പെർസെന്റേജ് ഓഫ് സോഡിയം. സോഡിയത്തിന്റെ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സോഡിയത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്. ഓക്കെ, ഇവിടെ സോഡിയത്തിന്റെ മാസ് എത്രയാണ്? 46. സോഡിയത്തിന്റെ മാസ് 23 അല്ലേ എന്ന് ചോദിക്കാം. ഇവിടെ സോഡിയം 2 സോഡിയമാണ്. അപ്പൊ ഈ Na2SO4ൽ സോഡിയത്തിന്റെ മാസ് എത്രയാണ് ടോട്ടലായിട്ട്? 2 സോഡിയം ഉള്ളത് കൊണ്ട് 46 ഗ്രാം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ 46 ഡിവൈഡഡ് ബൈ 142, 122 ഗ്രാമിൽ 42 ഗ്രാമും സോഡിയം ആയിരിക്കും. പെർസെന്റേജിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൂടെ ചെയ്യണം. അത് ചെയ്താൽ നമുക്ക് 32.39% എന്ന് വരും. ഇതുപോലെ തന്നെ മാസ് പെർസെന്റേജ് ഓഫ് സൾഫർ കണ്ടുപിടിക്കാം. മാസ് പെർസെന്റേജ് സൾഫർ എത്രയാണെന്നുള്ളത് നമുക്ക് സൾഫറിന്റെ മാസ് എത്രയാണ്? ഇവിടെ 32 ആണ് അല്ലേ. ഒരൊറ്റ സൾഫർ അല്ലേ ഉള്ളൂ. അപ്പോൾ 32 ആണ് ഡിവൈഡഡ് ബൈ 142. 142 ഗ്രാമിൽ ടോട്ടലായിട്ട് 142 ഗ്രാമിൽ 32 ഗ്രാം ആരുടെയാണ്? സൾഫറിന്റെ ആണ്. ഇൻറ്റു 100 കൂടെ ചെയ്താൽ നമുക്ക് എന്ത് പെർസെന്റേജ് മാറ്റാം? അത് 22.53 ആണ്. റെഡിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് താഴത്തെ കമന്റ് ബോക്സിൽ പറയണത് മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ആണ്. മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എത്ര വരും എന്നുള്ളതും, അതായത് എന്ത് ഡിവൈഡഡ് ബൈ എന്ത് ഇൻറ്റു 100 ഈക്വൽ ടു ആൻസർ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? താഴത്ത് കമന്റ് ബോക്സിൽ ഇടണം. റെഡിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ എന്ന് പറഞ്ഞിട്ട് മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്തിയാന്നുള്ളത് നിങ്ങൾ എല്ലാവരും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കുന്നുണ്ട്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ഓരോ കോമ്പൗണ്ടിന്റെയും മാസ് പെർസെന്റേജ്, ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റുകളുടെ മാസ് പെർസെന്റേജ് തന്നിട്ട് എലമെന്റിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണിത്. 3 മാർക്കിന്റെ ചോദ്യമാണിത്. എന്താണ് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിലാണ് പറഞ്ഞു പോകുന്നത്. അതൊന്നും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലൈവ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കണ്ടുപഠിച്ച് കഴിഞ്ഞ ഒരു ചാപ്റ്ററാണ് ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി. ലൈവ് സെഷനിൽ കയറി നമ്മുടെ ചാനലിൽ ലൈവ് സെഷനിൽ കയറി കഴിഞ്ഞാൽ തൊട്ട് താഴത്തോട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനെടുത്ത ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 1 ഷോട്ട് റിവിഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ട് എന്നും ആ എലമെന്റുകളുടെ മാസ് പെർസെന്റേജ് മാത്രം ഉണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ആ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം?
കൂടെ മോളാർ മാസ് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല കൂടെ കണ്ടുപിടിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ആൻ ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിസ് ഗേവ് ദ ഫോളോവിങ് കോമ്പോസിഷൻ. കാർബൺ എന്തൊക്കെ തന്നിരിക്കുന്നു? കാർബൺ 40%, ഹൈഡ്രജൻ 6.66% ആൻഡ് ഓക്സിജൻ 53.34%. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം? കാർബൺ 40% ഉണ്ട്, ഹൈഡ്രജൻ 6.66% ഉണ്ട്, ഓക്സിജൻ 53.34%. ഇതാണ് ഓരോ എലമെന്റും അവരുടെ മാസ് പേഴ്സണും. ഒരു കോമ്പൗണ്ടിൽ കാർബൺ ഇത്രയുണ്ട്, ഹൈഡ്രജൻ ഇത്രയുണ്ട്, ഓക്സിജൻ ഇത്രയുണ്ട് എങ്കിൽ ആ കോമ്പൗണ്ട് ഏത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മോളാർ മാസ് കൂടെ തന്നിട്ടുണ്ട് അല്ലേ? മോളിക്കുലാർ മാസ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് കണ്ണുമടച്ചുകൊണ്ട് 5 ബോക്സ് വരയ്ക്കുക. 5 ബോക്സിൽ ആദ്യത്തെ 3 ബോക്സ് കുഞ്ഞു ബോക്സും ബാക്കി 2 ബോക്സ് കുറച്ച് വലുതായിരിക്കണം. ആദ്യത്തെ ബോക്സിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന 2 കാര്യം, ഏതൊക്കെ എലമെന്റ് ആണെന്നും ഏതൊക്കെ മാസ് പേഴ്സൻറ്റേജ് ആണെന്നും മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതെടുത്ത് എഴുതുന്നു, വേറെ നിവർത്തിയില്ലല്ലോ. ആദ്യത്തെ ബോക്സിൽ കാർബൺ എഴുതുന്നു, ഹൈഡ്രജൻ എഴുതുന്നു, ഓക്സിജൻ എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് എഴുതി. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. തൊട്ടടുത്ത ബോക്സിൽ മാസ് പേഴ്സൻറ്റേജ്, അതല്ലേ നമുക്ക് അറിയത്തുള്ളൂ. മാസ് പേഴ്സൻറ്റേജ് കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.34%. അപ്പോൾ മാസ് പേഴ്സൻറ്റേജ് എഴുതി വെച്ചു. ഓക്കെ, എലമെന്റ് എഴുതി മാസ് പേഴ്സൻറ്റേജ്. തൊട്ട് മൂന്നാമത്തെ ബോക്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മാസ് പേഴ്സൻറ്റേജിനെ ഗ്രാമിലോട്ട് മാറ്റുക. ഈ മാസ് പേഴ്സൻറ്റേജ് എന്ത് ചെയ്യണം? നമുക്ക് ഗ്രാമിലോട്ട് മാറ്റണം. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജ് എന്ന് പറയുന്നതിനെ മാറ്റി ഗ്രാം എന്ന് കൊടുത്താൽ മതിയാവും. അപ്പോൾ കാർബൺ 40 ഗ്രാം. എങ്ങനെ? കാർബൺ 40 ഗ്രാം, ഹൈഡ്രജൻ 6.66 ഗ്രാം, ഓക്സിജൻ 53.34 ഗ്രാം എന്ന് ഗ്രാമാക്കി എഴുതുന്നു. നമുക്ക് മാസാണോ വേണ്ടത്? അല്ല, ഈ എലമെന്റുകളുടെ എണ്ണം, ആ എണ്ണത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നും ആ എലമെന്റുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് മാസ് അല്ലേ, അപ്പൊ മാസിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? എണ്ണത്തിലോട്ട് മാറ്റണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മാസ് ഡിവൈഡർ ബൈ അതിന്റെ അറ്റോമിക് മാസ് ചെയ്യുന്നു. കാർബൺ 40 ഗ്രാം ആണെങ്കിൽ അതിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കും എന്നുള്ളത് 40 ഡിവൈഡർ ബൈ കാർബണിന്റെ മാസ് എത്രയാണ്? 12 അല്ലേ. അപ്പൊ തന്നിരിക്കുന്ന മാസ് ഡിവൈഡർ ബൈ അറ്റോമിക് മാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 40 ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്നു. ഇവിടെ 6.66 ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ മാസ് 1 ആണ്. ഇത് 53.34 ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. റെഡിയല്ലേ? ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3.33 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 6.66 എന്ന് കിട്ടും. ഇത് 3.33 എന്ന് കിട്ടും. നമുക്ക് എലമെന്റുകളുടെ എണ്ണമാണോ വേണ്ടത്? അല്ല, എലമെന്റുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ആ റേഷ്യോ കണ്ടുപിടിക്കാൻ അടുത്ത ബോക്സ് ഉപയോഗിക്കും. എങ്ങനെയാ? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് 3 പേരെയും ഡിവൈഡ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3.33 അല്ലേ. എങ്കിൽ 3.33 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് 3.33 ഡിവൈഡ് ചെയ്യുന്നു, 6.66നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 3.33യെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ നമ്പറിൽ കിട്ടിയിരിക്കുന്ന നമ്പറിൽ ഏതാണോ ചെറിയ നമ്പർ, ആ ചെറിയ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 3 ആളുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ബോക്സിൽ കിട്ടേണ്ടത് ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇത് 1 എന്നും ഇത് 2 എന്നും ഇത് 1 എന്നും കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാർബൺ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അല്ലെ. ഒരു കാർബൺ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഇതാണ് എംപിരിക്കൽ ഫോർമുല. ഇതുവരെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പാണ്. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ 2 മാർക്കാണ്. ഇതുവരെ ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പാണ്. ഇനി നിങ്ങളോട് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സാർ ക്വസ്റ്റനിൽ മോളിക്കുലർ ഫോർമുലയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, എംപിരിക്കൽ ഫോർമുല ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് ചോദിക്കരുത്. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവർ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായും ആരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം? എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഡാറ്റയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇനി നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൂടെ അറിഞ്ഞിരിക്കണം? മോളിക്കുലർ മാസ് അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന മാസാണ് എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു കാർബണിന്റെ മാസും 2 ഹൈഡ്രജന്റെ മാസും 1 ഓക്സിജന്റെ മാസും കൂടെ കൂട്ടുക. ഒരു കാർബണിന്റെ മാസ് 12, ഒരു ഹൈഡ്രജന്റെ മാസ് 2 ഹൈഡ്രജന്റെ മാസ് 2, ഒരു ഓക്സിജന്റെ മാസ് 16, 4, 20, 30. ഓക്കെ, 30 ഗ്രാം. ഇതാണ് എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അപ്പൊ എംപിരിക്കൽ ഫോർമുല മാസം കിട്ടി. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. എന്താണ് മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ബന്ധം? മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു നമ്പർ. റെഡി?
എന്താണ് മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല നിന്നാണ് മോളിക്കുലർ ഫോർമുല കിട്ടുക. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അല്ലേ, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു കാർബൺ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ഇതാണ് എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്നത് എന്ത് വേണം? ഇൻറ്റു എൻ എന്ന് പറയുന്ന ഒരു നമ്പർ വേണം. ഈ നമ്പർ ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. 1 2 3 4 എന്ന് പറയുന്ന ഹോൾ നമ്പർ ആയിരിക്കണം. ആ എൻ എങ്ങനെ കണ്ടുപിടിക്കുക? എന്നെ നമുക്ക് വേറെ കണ്ടുപിടിക്കാം. എന്നെ കണ്ടുപിടിക്കാനുള്ള വഴി മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോളിക്കുലാർ മാസ് കണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രമേ എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഈ എന്നെ കണ്ടുപിടിച്ചാൽ മാത്രമേ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ എന്ത് വേണം? എൻ വേണം. എൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം? മോളിക്കുലാർ മാസ് വേണം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കണം. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചിരിക്കുന്നു? 30 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 3. റെഡിയല്ലേ? ഈ എൻ എന്ന് പറയുന്നത് കറക്റ്റ് റൗണ്ട് ഫിഗർ തന്നെ ആയിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് 3.001 ഒക്കെ വന്നാൽ 3 ആയിട്ട് എടുക്കുക. 2.999 എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് 3 ആയിട്ട് തന്നെ എടുക്കണം. ഈ നമ്പർ ഹോൾ നമ്പർ ആയിരിക്കും. റെഡി? 3. ഇനി 3 കൊണ്ട് എന്ത് ചെയ്യുക? ഇതിന്റെ കാൽച്ചുവട്ടിൽ മൾട്ടിപ്പിൾ ചെയ്യുക. ഫ്രണ്ടിലെല്ലാം മൾട്ടിപ്പിൾ ചെയ്യുന്നത്, കാൽച്ചുവട്ടിലാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ കാർബൺ 3 എണ്ണം, ഹൈഡ്രജൻ 6 എണ്ണം, ഓക്സിജൻ 3 എണ്ണം. ഇതാണ് എന്ത്? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെയുള്ള ഏത് ചോദ്യം തന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമേ? റെഡിയല്ലേ? വേഗം ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട്. ഇത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ഒറ്റയ്ക്ക് എഴുതുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് എങ്ങനെ എഴുതണമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ക്വസ്റ്റനിൽ പ്രൊഡക്റ്റിന്റെ അളവ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായും ലിമിറ്റഡ് റിയേജന്റ് ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്. ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കൂ എന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രൊഡക്റ്റിന്റെ അളവ് എത്ര എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന റിയാക്ടന്റ്, ബി എന്ന് പറയുന്ന റിയാക്ടന്റ് ഏത് പ്രൊഡക്റ്റ് ഉണ്ടായി എങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത് ലിമിറ്റഡ് റിയേജന്റ് ആണ്. ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കൂ എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? പിന്നെ ലിമിറ്റഡ് റിയേജന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ലിമിറ്റഡ് റിയേജന്റ് ഡെഫിനിഷനും എക്സസ് റിയാക്ടന്റിന്റെ ഡെഫിനിഷനും പഠിച്ചെടുക്കണം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കും. A reaction mixture for the production of NH3 gas contains 250 gram of N2 gas and 50 gram of hydrogen gas under suitable condition. 50 gram ഹൈഡ്രജനും 250 gram നൈട്രജനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ റിയാക്ട് ചെയ്തിട്ട് കുറച്ച് അമോണിയ ഉണ്ടാവുകയാണ് എങ്കിൽ ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്ടന്റ് ഇഫ് എനി. അവിടെ ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ എന്തെന്ന് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3 ഗ്യാസ് പ്രൊഡ്യൂസർ. ഇവിടെ ഉണ്ടായിട്ടുള്ള NH3യുടെ അളവ് എത്ര എന്നുള്ളതും കണ്ടുപിടിക്കുക. ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വിചാരിക്കുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3 ഗ്യാസ് പ്രൊഡ്യൂസർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ അവിടെ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കണം. എന്താണ് ലിമിറ്റഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ അളവിൽ കുറവുള്ളവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അളവിൽ കുറവുള്ളവനല്ല ലിമിറ്റഡ് റിയേജന്റ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ അളവിൽ കുറവുള്ളവരാണ് ലിമിറ്റഡ് റിയേജന്റ്. റെഡി? അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതാം. N2 + H2 gives NH3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ബാലൻസർ ആണോ? അല്ല. ഇത് എഴുതുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇത് 2 നൈട്രജൻ ആണ്, ഇവിടെ 1 നൈട്രജനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫ്രണ്ടിൽ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 2 നൈട്രജനായി. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ 3 × 2 6 ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ 3 എന്ന് കൊടുക്കുന്നു. ഹൈഡ്രജനോ ഓക്സിജനോ വരുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ ഈസി ആവും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉള്ളതിലാണെങ്കിലോ സാർ രണ്ടും കറക്റ്റ് ചെയ്യാൻ നോക്കിയോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നു. ഇവിടെ തന്നിരിക്കുന്നത് മാസ് അല്ലേ എങ്കിൽ ഈ ഓരോ ആളുകളുടെയും മാസ് ആണ് താഴെ എഴുതാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് ആൻസർ ഒട്ടെത്തുവാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് എങ്ങനെയും തെറ്റിപ്പോവില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പലർക്കും ഇത് അറിയാതിരിക്കാം, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. തൊട്ട് താഴെ ഈ ഓരോ ആളുകളുടെയും മാസാണ് നമ്മൾ എഴുതുന്നത്. N2 എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ആണ്. ഒരു നൈട്രജന്റെ മാസ് 14 ആണ്. 2 നൈട്രജന്റെ മാസ് 28 ആണ്. അതൊക്കെ എങ്ങനെയാണ് അറിയാം സാർ? ഇങ്ങനെയൊക്കെ ക്ലാസ് കണ്ടാലാണ് അറിയാം സാർ. മിണ്ടാതെ നോക്കിയിരുന്ന അറിയില്ല സാർ. ഇങ്ങനെയൊക്കെ വന്നിരുന്ന ക്ലാസ് കാണും സാർ, അപ്പോൾ അറിയും സാർ. അല്ലാതെ നൈട്രജന്റെ മാസം എനിക്കറിയില്ല സാർ. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും ഹാളിൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ടാൽ ഓരോന്നോരോ തനിയെ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 6 ഹൈഡ്രജൻ ആണ്. ഒരു ഹൈഡ്രജൻ മാസം 1 ആണെങ്കിൽ 6 ഹൈഡ്രജൻ മാസം എത്രയാണ്? 6 gram ആണ്. NH3 മാസം 17 ആണ്. 2 ഹൈഡ്രജൻ ആണ്. 2 NH3 എന്ന് പറയുമ്പോൾ 34 gram ആണ്. റെഡിയല്ലേ? ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്?
നൈട്രജൻ 28 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 6 ഗ്രാം വേണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റെഡി? നൈട്രജൻ 28 ഗ്രാം എടുത്താൽ ഹൈഡ്രജൻ എത്ര വേണ്ടി വരും? 6 ഗ്രാം വേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഇത്ര റിയാക്ടറിൽ നമുക്ക് കിട്ടുന്ന അമോണിയയുടെ അളവ് എത്രയാണ്? 34 ഗ്രാം ആണ്. പേൻ എന്തോ സീന് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാൻ നോക്കുള്ളൂ. നൈട്രജൻ 28 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 6 ഗ്രാം വേണം. ഹൈഡ്രജൻ 6 ഗ്രാം എടുത്താൽ നൈട്രജൻ 28 ഗ്രാം വേണം. അങ്ങനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 34 ഗ്രാം അമോണിയ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് താഴെ നമ്മൾ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതിൽ ഹൈഡ്രജൻ ആണോ നൈട്രജൻ ആണോ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുന്നു, നൈട്രജൻ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു, ഹൈഡ്രജൻ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഹെഡിങ്, നൈട്രജൻ എന്ന് എഴുതാം, ഹൈഡ്രജൻ എന്ന് എഴുതാം. N2H2 എന്ന് എഴുതണമെന്നില്ല, അല്ലാതെ അതിന്റെ പേര് എഴുതി കൊടുക്കാം. ഓക്കെ, നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ ലിമിറ്റഡ് റിയേജന്റ് എഴുതാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് നൈട്രജന്റെ ഇവിടുത്തെ മാസ് എഴുതുക. നൈട്രജൻ ഇവിടെ എത്രയാണ് മാസ്? നൈട്രജന്റെ മാസ് 28 ഗ്രാം ആണ്. നൈട്രജൻ 28 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അവനോടൊപ്പം റിയാക്ട് ചെയ്യേണ്ട ഹൈഡ്രജന്റെ അളവ് എത്രയാണ്? അവനോടൊപ്പം റിയാക്ട് ചെയ്യേണ്ട ഹൈഡ്രജൻ അളവ് എന്ന് പറയുന്നത് 6 ഗ്രാം ആണ്. റെഡി? 6 ഗ്രാം. ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 28 ഗ്രാം നൈട്രജനോടൊപ്പം റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ്. 6 ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ് എഴുതിയിരിക്കുന്നത്. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം നൈട്രജനോടൊപ്പം റിയാക്ട് ചെയ്യാൻ എത്ര വേണ്ടി വരും? 28 ഗ്രാമിന് 6 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് എത്രയായിരിക്കും? 6/28. 28 ചോക്ലേറ്റിന് 6 രൂപ എങ്കിൽ ഒരു ചോക്ലേറ്റിന് എത്രയായിരിക്കും? 6/28 രൂപ അല്ലേ? 6/28. എപ്പോഴും റൈറ്റ് സൈഡിലുള്ള നമ്പർ ഡിവൈഡഡ് ബൈ ലെഫ്റ്റിലുള്ള നമ്പർ ആണ് ഈ ചെയ്യുന്ന പ്രക്രിയ കേട്ടോ, ഓർത്തോളൂ. അപ്പൊ 6/28 ചെയ്യണമെന്നില്ല, അങ്ങനെ വെക്കാം. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് 1 ഗ്രാം N2നോടൊപ്പം റിയാക്ട് ചെയ്യാൻ നമുക്ക് 6/28 ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ്. 1 ഗ്രാമിന് 6/28 വേണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ നമ്മൾ ഇവിടെ എത്ര ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്? നൈട്രജൻ നമ്മൾ ഇവിടെ 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ഗ്രാം നൈട്രജൻ എടുത്താൽ എത്രയാണ് വേണ്ടി വരിക? 6/28 ഇൻറ്റു 250. 6/28 × 250. അപ്പൊ നമുക്ക് കിട്ടുക 53.57 ഗ്രാം എന്നാണ്. 53.57 ഗ്രാം. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നൈട്രജൻ 250 ഗ്രാം എടുത്താൽ ഹൈഡ്രജൻ 53.5 ഗ്രാം വേണം. ഹൈഡ്രജൻ എത്ര വേണം? 53.5 ഗ്രാം. ഹൈഡ്രജൻ വേണ്ടത് 53.5 ഗ്രാം. പക്ഷെ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെറും 50 ഗ്രാം. ഹൈഡ്രജൻ ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? വെറും 50 ഗ്രാം. വേണ്ട അളവ് 53.5, അതിനേക്കാൾ കുറവ് 50. ആരാണ് വേണ്ട അളവിനേക്കാൾ കുറവുള്ളത്? ഹൈഡ്രജൻ ആണ്. എങ്കിൽ ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. റെഡി? ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. H2 is the limiting റിയേജന്റ് എന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ റെഡി. ഹൈഡ്രജൻ ലിമിറ്റഡ് റിയേജന്റ് എന്ന നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഹൈഡ്രജൻ ആണ് ഇനി പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുക. ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് NH3 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്. എങ്കിൽ ഞാൻ എഴുതുന്നു പ്രൊഡക്റ്റിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എത്രയാണ്? എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ തീരുമാനിക്കും NH3യുടെ അളവ്. ഹെഡിങ് കൊടുത്തു. ഹൈഡ്രജൻ തീരുമാനിക്കും NH3യുടെ അളവ്. എന്നിട്ട് ഇവിടെ ഞാൻ എന്താ ചെയ്തത്? മാസൊക്കെ എടുത്ത് എഴുതി. അതേപോലെ ഇവിടെ എഴുതുക. ഹൈഡ്രജന്റെ മാസം എത്രയാണ്? ഹൈഡ്രജൻ മാസം 6 ആണ്. 6 ഗ്രാം ഹൈഡ്രജൻ. ഇവിടത്തെ ഈ റിയാക്ഷനിലുള്ള ഹൈഡ്രജൻ മാസാണ് കേട്ടോ. ഈ റിയാക്ഷനിലുള്ള ഹൈഡ്രജന്റെ മാസാണ് എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജൻ 6 ഗ്രാം. എങ്കിൽ NH3 എത്ര ഗ്രാം ആണ്? 34 ഗ്രാം ആണ്. NH3 എത്ര ഗ്രാം ആണ്? 34 ഗ്രാം ആണ്. NH3 34 ഗ്രാം ആണ്. ഹൈഡ്രജൻ 6 ഗ്രാം ആണെങ്കിൽ അമോണിയ എത്രയാണ്? 34 ഗ്രാം. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം 6 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയും റിയാക്ട് ചെയ്താൽ 34 ഗ്രാം അമോണിയ കിട്ടുമെന്നാണ്. ശരിയല്ലേ? 6 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്താൽ 34 ഗ്രാം ഹൈഡ്രജൻ അമോണിയ എന്ത് ചെയ്യും? കംപ്ലീറ്റ് നമുക്ക് പ്രൊഡക്റ്റ് ആയി നമുക്ക് കിട്ടും. എങ്കിൽ 1 ഗ്രാമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. എങ്കിലോ ഇത് വിഷയമാണ്. 1 ഗ്രാം ആണ് കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്യുന്നെങ്കിലോ 6 ഗ്രാമിന് 34 ഗ്രാം കിട്ടുമെങ്കിൽ 1 ഗ്രാമിന് എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 34 ഡിവൈഡഡ് ബൈ 6 അല്ലെ? ഞാനിപ്പം പറഞ്ഞില്ലേ റൈറ്റ് സൈഡിലെ നമ്പർ ഡിവൈഡ് ബൈ ലെഫ്റ്റിലെ നമ്പർ. അതേപോലെ 34 ഡിവൈഡ് ബൈ 6. 6/34 ആണെന്ന് വരിക? അല്ല, 34 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇട്ട് വെച്ചിരിക്കുക. ഇവിടെ എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് കംപ്ലീറ്റ് ടൈം റിയാക്ട് ചെയ്യുന്നത്?
എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് കംപ്ലീറ്റ് ടൈം റിയാക്ട് ചെയ്യുന്നത്? 50 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ടൈം റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 50 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് എത്ര കിട്ടും? 34/6 × 50 ഈക്വൽ ടു നമുക്ക് 283.3333 ഗ്രാം ഓഫ് NH3 എന്ന് കിട്ടും. റെഡി? ഈ ചോദ്യം ഒരുപാട് തവണകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതൊരു ചോദ്യം വന്നാലും ഇതേ ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാത്തിൻ്റെ ആൻസർ നിങ്ങൾ കിട്ടിയിരിക്കും. റെഡി അല്ലേ? ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റിനോട് കിടക്കട്ടെ ഞാൻ. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിലുള്ള H2ന്റെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശേഷം ആൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസും കൂടെ കണ്ടുപിടിക്കണം. റെഡിയാണ്? 1 ലിറ്റർ വെള്ളത്തിലുള്ളത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. സാധാരണ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സാധനം നമ്മൾ വായിച്ചു പോലും നോക്കാതില്ല, വായിച്ചാൽ പോലും നമ്മൾ വില വെക്കാതെ വരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഡെൻസിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ആൻസറിലോട്ട് എത്തുന്നത്. ഇത് പലതവണ ലൈവ് ക്ലാസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ലൈവ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റ വീഡിയോ കൊണ്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും കൂടെ ഞാൻ ആ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ടൈപ്പ് സാധനങ്ങൾ ഇനിയും ഒരുപാട് തവണ ചോദിക്കും. അതിനാൽ തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡെൻസിറ്റിയുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കണേ നിങ്ങൾ, ഇതേ ഡെൻസിറ്റിയുടെ കാര്യം വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിലുള്ള മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, മോളിക്യൂളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. തന്നിരിക്കുന്നത് വോള്യമാണ്. വോള്യം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വോള്യം തന്നതുകൊണ്ട് 1 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്നൊക്കെ പറയും. കാരണം ലിറ്റർ അല്ലേ സാർ തന്നിരിക്കുന്നത്, വോള്യം അല്ലേ തന്നിരിക്കുന്നത്. 22.4 ഇട്ട് കൊടുക്കുന്നതൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. STPയിൽ മാത്രമേ 22.4 ഇട്ട് കൊടുക്കാൻ പാടൂ. ഇവിടെ STP എന്ന ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല. മാത്രമല്ല ഗ്യാസുകൾക്ക് മാത്രമാണ് STPയിൽ നമ്മൾ 22.4 ഇട്ട് കൊടുക്കുക. ഇവിടെ ഗ്യാസ് എന്നും പറഞ്ഞിട്ടില്ല, വാട്ടറാണ്. വാട്ടർ ഗ്യാസ് ആണോ? അല്ല. മാത്രമല്ല ഇതിവിടെ STP എന്നും പറഞ്ഞിട്ടില്ല, ഗ്യാസ് ആണെന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഒരു കാരണവശാലും 22.4 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കാനേ പാടില്ല. പിന്നെ എങ്ങനെയാണ് സാർ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? 1 ലിറ്റർ വെള്ളത്തിൽ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? അതിനാണ് ഡെൻസിറ്റി. ഡെൻസിറ്റിയിൽ നിന്നാണ് നമ്മൾ കളി തുടങ്ങുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം പെർ മില്ലിലിറ്റർ. അതായത് വാട്ടറിന്റെ ഡെൻസിറ്റി 1 ഗ്രാം പെർ മില്ലിലിറ്റർ എന്നതിന്റെ മീനിങ്, വെള്ളം 1 മില്ലിലിറ്റർ നിങ്ങൾ എടുത്താൽ അതിന്റെ മാസ് 1 ഗ്രാം എന്നാണ്. എന്താണ്? 1 മില്ലിലിറ്ററിന്റെ മാസ് 1 ഗ്രാം എന്നാണ്. 1 മില്ലിലിറ്ററിന്റെ മാസ് 1 ഗ്രാം എന്നാണ് എങ്കിൽ 1000 മില്ലിലിറ്ററിന്റെ മാസ് എത്രയായിരിക്കും? 1000 ഗ്രാം ആയിരിക്കും. ഈ 1000 മില്ലിലിറ്റർ എന്ന് പറയുന്നതല്ലേ 1 ലിറ്റർ അല്ലേ? 1000 മില്ലിലിറ്റർ എന്ന് പറയുന്നതല്ലേ 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിന്റെ മാസ് എത്രയാണ്? 1000 ഗ്രാം ആണ്. അവർ പറയാതെ പറയുന്നത്, ചോദിക്കാതെ ചോദിക്കുന്നത് 1000 ഗ്രാം വാട്ടറിലുള്ള മോളുകളുടെ എണ്ണമാണ്. മാസ് കിട്ടിയില്ലേ? 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്ന മാസ് കിട്ടിയില്ലേ? എങ്കിൽ നമ്പർ ഓഫ് മോൾസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O is equal to given mass divided by molar mass അല്ലേ? given mass 1000 ഗ്രാം divided by molar mass. H2ന്റെ molar mass 18 ആണ്. 55.55 മോൾസ് എന്ന് കിട്ടും. റെഡി? മോളിക്യൂളുകളുടെ എണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ്. 10 മോൾ എന്ന് പറഞ്ഞാൽ 10 × അവഗാഡ്രോ നമ്പർ ആണ്. 1000 മോൾ എന്ന് പറഞ്ഞാൽ 1000 × അവഗാഡ്രോ നമ്പർ ആണ്. ഇവിടെ എത്ര മോളുണ്ട്? 55.55 മോളുണ്ട്. അപ്പോൾ എത്രയായിരിക്കും മോളിക്യൂളുകളുടെ എണ്ണം? 55.55 × 6.022 × 10⁻23 H2O മോളിക്യൂൾസ്. റെഡിയല്ലേ? മോളുകളുടെ എണ്ണം കിട്ടിയാൽ ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്നാൽ എന്ത് കിട്ടും? നമുക്ക് മോളിക്യൂളുകളുടെ എണ്ണം കിട്ടും. ഓക്കെയാണ്. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് കടക്കുന്നത്. 4 ക്വസ്റ്റിലോട്ട് കടന്നു. 1, 2, 3, 4 ക്വസ്റ്റിലോട്ട് കടന്നു. ഇതും ഡെൻസിറ്റി പോലെയുള്ള ഒരു ചോദ്യം വെച്ചുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റിലോട്ട് നമുക്ക് കടക്കാം. വളരെ രസകരമാണ്. ഈ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇതും കൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. ശരി. The density of 3 molar solution of NaCl is 1.25 gram per milliliter. Calculate the molality. എന്താണ് ചോദിച്ചിരിക്കുന്നത്? മൊളാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എം ആണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് കുഞ്ഞമ്മയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മൈൻഡിൽ വെച്ചോളൂ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡെൻസിറ്റി ഓഫ് 3 മോളാർ സൊല്യൂഷൻ ഓഫ് NaCl ഈസ് 1.25 gram per milliliter. ഒറ്റ സെന്റൻസ്. ഇതെന്താ പറയുന്നത്? ഉപ്പ് വെള്ളം NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പും വെള്ളവും ചേർത്ത NaCl വെള്ളവും ചേർത്ത ഒരു സൊല്യൂഷൻ.
ആ സൊല്യൂഷന്റെ ഡെൻസിറ്റി 1.25 ഗ്രാം പെർ മില്ലിലിറ്റർ. എന്താണ് അതിന്റെ മീനിങ്? 1 മില്ലി ലിറ്റർ ഉപ്പ് വെള്ളത്തിന്റെ മാസ് 1.25 ഗ്രാം എന്ന്. എങ്ങനെ? 1 മില്ലി ലിറ്റർ ഉപ്പ് വെള്ളത്തിന്റെ മാസ് 1.25 ഗ്രാം എന്ന് അല്ലേ? പിന്നെ എന്തുകൂടെ തന്നിരിക്കുന്നു? 3 മോളാർ എന്നുകൂടെ തന്നിരിക്കുന്നു. എന്തുകൂടെ തന്നിരിക്കുന്നു? 3 മോളാർ സൊല്യൂഷൻ എന്നുകൂടെ തന്നിരിക്കുകയാണ്. 3 മോളാർ എന്ന് പറഞ്ഞാല് മൊളാരിറ്റിയാണ്. 3 മോളാർ എന്ന് പറഞ്ഞതിന്റെ മീനിങ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ മൊളാരിറ്റി എന്നതിന്റെ മീനിങ് 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം. ഒന്നുകൂടെ പറയാം, 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണത്തെയാണ് 3 മോൾ എന്ന് പറയുന്നത്, 3 മോളാർ എന്ന് പറയുന്നത്. അപ്പൊ 3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ വോള്യം 1 ലിറ്റർ ആണെങ്കിൽ ഉപ്പ് വെള്ളം 1 ലിറ്റർ എടുത്താൽ അതിലുള്ള ഉപ്പിന്റെ മോളുകളുടെ എണ്ണം 3 ആണ്. ഉപ്പ് വെള്ളം 1 ലിറ്റർ ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പിന്റെ മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl എന്ന് പറഞ്ഞാൽ 3 മോളാണ് എണ്ണം. റെഡി? ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി മൊളാലിറ്റി കണ്ടുപിടിക്കാൻ. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് NaClന്റെ മോളുകളുടെ എണ്ണം. ശ്രദ്ധിക്കൂ, NaClന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അവിടെയുള്ള വെള്ളത്തിന്റെ മാസ് കിലോഗ്രാമിൽ. ഉപ്പ് വെള്ളത്തിലുള്ള വെള്ളത്തിന്റെ മാസ് അല്ലേ? ഉപ്പിന്റെ NaClന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ മാസ് കിലോഗ്രാമിൽ. തന്നിരിക്കുന്നത് 3 മോളാർ എന്ന് പറയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ? മൊളാരിറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 3 മോളാർ എന്നതിന്റെ മീനിങ് എന്താണ്? ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ NaCl ആണ് കേട്ടോ. ഇവിടെയുള്ള വോളിയം ഓഫ് സൊല്യൂഷൻ, ഇത് രണ്ടും പറഞ്ഞേ. ഞാൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾ പറഞ്ഞേ. മൊളാരിറ്റി 3 മോളാർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ 3 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷന്റെ വോള്യം 1 ലിറ്റർ എങ്കിൽ അതിലുള്ള NaCl അഥവാ സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 മോളാർ ആണ്. 3 മോൾസ് ആണ്. കിട്ടിയോ? 3 മോൾസ്. ഈ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? NaCl ആണ്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കിട്ടി. ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ 3 മോളെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മാസ് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മാസ് കിലോഗ്രാമിൽ വേണം. അതെങ്ങനെയാണ് സാർ? ഉപ്പ് വെള്ളത്തിലുള്ള വെള്ളത്തിന്റെ മാസ് മാത്രം കണ്ടുപിടിക്കുക. ഉപ്പിന്റെ മാസും വെള്ളത്തിന്റെ മാസും കൂടെ ചേർന്നതല്ലേ സൊല്യൂഷന്റെ മാസ്? ആണോ? വെള്ളം കുറച്ചെടുത്തിരിക്കുന്നു, അതിൽ ഉപ്പ് ചേർത്തിരിക്കുന്നു, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ഉപ്പ് വെള്ളത്തിന്റെ മാസ് നമുക്കറിയാമെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഉപ്പ് വെള്ളത്തിന്റെ മാസ് നമുക്കറിയാമെങ്കിൽ, നമ്മൾ ചേർത്തിന്റെ ഉപ്പിന്റെ അളവും നമുക്കറിയാമെങ്കിൽ, ഉപ്പ് വെള്ളത്തിന്റെ മാസിൽ നിന്ന് ഉപ്പിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വെള്ളത്തിന്റെ മാസ് കിട്ടില്ലേ? അഥവാ സോൾവെന്റിന്റെ മാസ് കിട്ടില്ലേ? അപ്പൊ സോൾവെന്റിന്റെ മാസ് കിട്ടാൻ എന്താണ് വഴി? സൊല്യൂഷന്റെ മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്ത് കളയുക, ബാക്കി സോൾവെന്റിന്റെ മാസ് കിട്ടും. ഉപ്പ് വെള്ളത്തിന്റെ മാസിൽ നിന്ന് ഉപ്പിന്റെ മാസ് മൈനസ് ചെയ്ത് കളയുക, ബാക്കി വെള്ളത്തിന്റെ മാസ് കിട്ടും. സാർ, ഉപ്പ് വെള്ളത്തിന്റെ മാസും അറിയില്ല, ഉപ്പിന്റെ മാസും അറിയില്ല, പിന്നെ എങ്ങനെയാണ് സാർ അത് തമ്മിൽ മൈനസ് ചെയ്യുക? രണ്ടും ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഉപ്പ് വെള്ളത്തിന്റെ മാസ് ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു തരാം, ഉപ്പിന്റെ മാസ് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇപ്പൊ ഇവിടെ എത്ര മോൾ ഉപ്പുണ്ട് നിങ്ങൾ പറഞ്ഞേ? NaCl എത്ര മോളാ ചേർത്തിരിക്കുന്നത്? NaCl നമ്മൾ 3 മോൾ ചേർത്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ 3 മോൾ ഉപ്പിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. NaClന്റെ മാസ് എത്രയാടാ? NaClന്റെ മാസ്, സോഡിയത്തിന്റെ മാസ് 23 ആണ്, ക്ലോറിന്റെ മാസ് 35.5 ആണ്, ഈക്വൽ ടു 58.5 ഗ്രാം. 1 മോൾ NaClന്റെ മാസ് 58.5 ഗ്രാം. എങ്ങനെയാണ്? 1 മോൾ NaClന്റെ മാസ് 58.5. ഇവിടെ 3 മോൾ NaCl ഇല്ലേ? അപ്പോൾ 3 മോൾ NaClന്റെ മാസ് എത്രയായിരിക്കും? ഞാൻ എഴുതുന്നുണ്ട്, മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 3 മോൾസ് ഓഫ് NaCl. 3 മോൾ NaClന്റെ മാസ് എത്രയാണ്? 3 × 58.5 ഗ്രാം.
ആണോ? അത് 175.5 ഗ്രാം ആണ്. നമ്മൾ ചേർത്ത ഉപ്പിന്റെ അളവ് കിട്ടി 175 ഗ്രാം. ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പിന്റെ മാസ് കിട്ടി 175 ഗ്രാം. കാരണം 3 മോൾ ഉപ്പാണ് അതിനകത്തുള്ളത്. 3 മോൾ ഉപ്പിന്റെ മാസ് 175.5 ഗ്രാം കിട്ടിയേ. ഇനി വെള്ളത്തിന്റെ മാസം കൂടെ കിട്ടിയാൽ മതി. അല്ലെ, സോറി, ഉപ്പ് വെള്ളത്തിന്റെ മാസം കിട്ടിയാൽ മതി. ഉപ്പ് വെള്ളത്തിന്റെ മാസിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ശരി, ഉപ്പ് വെള്ളത്തിന്റെ മാസം എങ്ങനെ കണ്ടുപിടിക്കുക? അതിനാണ് അവർ തന്നിരിക്കുന്ന ഡെൻസിറ്റി. നീ നോക്കിക്കേ, ഡെൻസിറ്റി എന്താണ്? 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ. 1.25 ഗ്രാം പെർ മില്ലി ലിറ്ററിന്റെ മീനിങ് എന്താണ്? 1 മില്ലി ലിറ്ററിന്റെ മാസ് 1.25 ഗ്രാം എന്നാണ്. 1 മില്ലി ലിറ്ററിന്റെ മാസ് 1.25 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1000 മില്ലി ലിറ്ററിന്റെ മാസ് എത്രയായിരിക്കും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, 1250 ഗ്രാം. ശരിയാണോ? 1 മില്ലി ലിറ്ററിന് 1.25 ആണെങ്കിൽ 1000 മില്ലി ലിറ്ററിന് 1000 മടങ്ങ് എടുക്കുക, 1250 ഗ്രാം. 1000 മില്ലി ലിറ്ററിന്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ അല്ലേ? അപ്പോൾ 1 ലിറ്ററിന്റെ മാസ് 1250 ഗ്രാം. 1 ലിറ്ററിന്റെ മാസ് 1250 ഗ്രാം. നമ്മൾ സൊല്യൂഷൻ എത്രയാണ് എടുത്തിരിക്കുന്നത്? സൊല്യൂഷന്റെ വോള്യം 1 ലിറ്റർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സൊല്യൂഷന്റെ വോള്യം 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് 1250 ഗ്രാം. ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. 1 ലിറ്റർ ഉപ്പ് വെള്ളത്തിൽ 3 മോൾ NaCl ഉണ്ട്. 1 ലിറ്റർ ഉപ്പ് വെള്ളത്തിൽ 175.5 ഗ്രാം ഉപ്പുണ്ട്. 1 ലിറ്റർ ഉപ്പ് വെള്ളത്തിന്റെ മാസ് 1250 ഗ്രാം ആണ്. ഈ 1250 ഗ്രാം ഉപ്പ് വെള്ളത്തിൽ നിന്ന് 175.5 ഗ്രാം മൈനസ് ചെയ്താൽ പോരെ? ഞാൻ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത് മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? 1250 ഗ്രാം. സൊല്യൂട്ടിന്റെ മാസ് കിട്ടി, സൊല്യൂഷന്റെ മാസ് കിട്ടി എങ്കിൽ സോൾവെന്റിന്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് സോൾവെന്റ് ഈക്വൽ ടു 1250 ഗ്രാം മൈനസ് 175.5 ഗ്രാം ഈക്വൽ ടു 1074.5 ഗ്രാം. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗ്രാമിലാണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.045 കിലോഗ്രാം എന്ന് കിട്ടും. റെഡിയല്ലേ? റെഡി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം, വളരെ അടിപൊളിയായിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നിങ്ങൾ ഇക്വേഷൻ എഴുതുക. ഇക്വേഷന്റെ സിമ്പിൾ റെപ്രസെന്റ് ഇക്വേഷനായിട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സെൻറ്റൻസ് എഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്ന് തന്നെ എഴുതണം എക്സാമിനും എല്ലാം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3 മോൾ ആണ്. ആണോ? 3 മോൾ NaCl ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം 1.07 അല്ലെ, 1.0745 ഈക്വൽ ടു 2.791 മോളാൽ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പൊ തന്നിരിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട പല രീതിക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് ഒന്നും ആകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ചാപ്റ്റർ എത്ര തന്നെ പഠിച്ചാലും സാർ എനിക്കൊരു മാർക്കും കിട്ടുന്നില്ല, ഒരു ക്വസ്റ്റൻ അതിലേക്ക് അറിയാൻ ചെയ്യാൻ പറ്റുന്നില്ല, തന്നിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ അറിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ പറയുന്ന ഈ ക്ലാസ്സിലൂടെ എല്ലാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആദ്യം ചെയ്യണത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഗ്നിവേശിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. 995400800 നമ്മൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഗ്നിവേശിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ തന്നെ ഇരുന്ന് പഠിച്ചു തുടങ്ങാം. ഓരോ ചാപ്റ്റർ എടുത്ത് തീർക്കുമ്പോൾ അത് ഗംഭീരമായി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരുന്നതായിട്ട് കാണാം. ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വളരെ വ്യത്യസ്തമായ രീതിക്ക് ഓരോ ടോപ്പിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ചോദ്യ പേപ്പർ കണ്ടാലുണ്ടാകുന്ന പേടിയെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ കിട്ടില്ല വീഡിയോ വരെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ത് ഡൗട്ട്സ് ഞാൻ മിസ്റ്റർ വീണ്ടും ക്ലാസ്സിൽ ടോപ്പിക് കാണാൻ.